തിരുക്കുടുംബത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് കടന്നു പോകുമ്പോഴത്തേക്കിന് ഒരു ചെറിയ റീക്യാപ്പ്. നേരത്തെ എപ്പിസോഡിൽ നമ്മളൊരു യാത്രയിൽ കൂടെ പോയിരുന്നു അല്ലേ, ഒരു വിസ്മയനീയമായ യാത്ര. നമ്മൾ ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴത്തേക്കിന് നമ്മൾ അനുഭവിച്ചത് ആ ഒരു ആനന്ദവും ആ ഒരു സുരക്ഷിതത്വം, ആ ഒരു വളർച്ചയുടെ ദൈവത്തിൻ്റെ പരിപാലനയും ദൈവം നമ്മളെ മെനഞ്ഞെടുക്കുന്നതിൻ്റെ ആ ഒരു അനുഭവം ഇന്ന് ലോകത്തിൽ അനേക കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം ലഭിച്ചില്ല. ഇന്നത്തെ എപ്പിസോഡ് ഈ കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനം 139 പറയുന്നുണ്ട്. ശരിക്കും അത് വെച്ച് നമുക്ക് മനസ്സിലാവും ഓരോ കോൺസെപ്ഷൻ, ഓരോ കുഞ്ഞ് രൂപം എടുക്കുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണ അറിവ് കൊണ്ടാണ്. ഒരു പക്ഷേ അതിൻ്റെ അമ്മയും അച്ഛനും അതിന് വേണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം പ്രകാരം ആ കുഞ്ഞിന് ദൈവം ഒരു പദ്ധതി കണ്ടെത്തുന്നു. പല പ്രാവശ്യം ക്രൂരമായ സംഭവങ്ങൾ, റേപ്പ് വക പല പ്രശ്നങ്ങളിൽ കൂടെ ഒരു പക്ഷെ ഒരു കുഞ്ഞ് ഗർഭം ധരിക്കുമ്പോഴത്തേക്കിന് പലരും പറയാറുണ്ട് അത് വലിയൊരു കാരണമാണ്, അബോർഷൻ ചെയ്തിരിക്കണം, എന്തിനാണ് ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, പക്ഷെ ദൈവത്തിൻ്റെ നീതി വേറെയാണ്, ദൈവത്തിൻ്റെ പദ്ധതി വേറെയാണ്. ഒരു വലിയ തെറ്റും ഒരു വലിയ പാവത്തിലും ഒരു വലിയ പ്രശ്നം, ഒരു വലിയ അഗാധമായ മുറിവ് ഏൽപ്പിച്ച ഒരു സിറ്റുവേഷനിൽ, അഗാധമായ മുറിവേറ്റ് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇതിനെക്കാട്ടി വലിയൊരു മേർഡറും കൂടെ, ഒരു ഭ്രൂണഹത്യയും കൂടെ നമ്മൾ ഏൽപ്പിക്കണോ? ഭ്രൂണഹത്യയുടെ മുറിവുകളും നമ്മൾ ഏൽപ്പിക്കണോ? ദൈവത്തിൻ്റെ കാരുണ്യം പ്രകാരം ദൈവം ആ കുഞ്ഞിനെ പോലും ഒരു ഭംഗിയായ പദ്ധതി തരും. ഞാൻ പല ടെസ്റ്റിമണികൾ കേട്ടിട്ടുണ്ട്. ഈയിടെ എനിക്കൊരു അനുഭവം ഉണ്ടായി. വിശുദ്ധ കുർബാനയെ പറ്റി ഒരു അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ അമേരിക്കയിൽ ജനിച്ചു വളർന്നതായിരുന്നു. അച്ഛൻ ആ കാസറ്റിൽ സംസാരിക്കുന്ന തുടക്കത്തിൽ തന്നെ അച്ഛൻ പറയുന്നത്, ഐ താങ്ക് ഗോഡ് that my mother at 16 years of age, when she gave birth to me, decided to have me and give me a new life rather than kill me out in the abortion stack. പ്രിയപ്പെട്ടവരെ, ആ വൈദികൻ ഇന്ന് ലോകമെമ്പാടും വിശുദ്ധ കുർബാനയുടെ ആ വലിയ ദൈവത്തിൻ്റെ ആ വലിയ അനുഭവം 1000 കോടിക്കണക്കിന് ആളുകൾക്ക് എത്തിച്ചിട്ടിരിക്കുന്നു. ലോകമെമ്പാടും. ഞാൻ ഈ അച്ഛനെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് എന്തുമാത്രം കുർബാനയുടെ അനുഭവം മനസ്സിലായി ഈ ഒരു അച്ഛൻ്റെ പ്രസംഗം വഴി. ദൈവം ആ 16 വയസ്സുള്ള ആ പെൺകുട്ടി അന്ന് ഭ്രൂണഹത്യയ്ക്ക് സമ്മതിക്കാത്തതുകൊണ്ടല്ലേ ഇന്ന് എത്രയോ പേരിൽ കൂടെ ദൈവം ആ വൈദികൻ വഴി നമ്മുടെ ജീവിതത്തിൽ കൃപ നിറച്ചിരിക്കുന്നത്. ഇതേപോലെയാണ് ദൈവം എത്രയോ കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളില്ലാതെ ദാഹിച്ച കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉള്ള കുഞ്ഞുങ്ങളെ ആ കുടുംബത്തിലോട്ട് കടത്തിക്കൊണ്ടുവന്ന് ആ കുടുംബത്തിൽ പുഞ്ചിരികൾ, സന്തോഷം പിന്നെയും കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഈ ഒരു പ്രശ്നങ്ങളിൽ പോലും വലിയൊരു ബ്യൂട്ടി കടത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ട്രൂത്ത് ഇസ് കോൺസ്റ്റന്റ്, നെവർ ചേഞ്ചിങ്. ഓൺലി ബൈ നോയിങ് വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് ടീച്ചസ് can we bring to the world the light of Christ's truth. വാറ്റിക്കൻ ഇൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ നിന്നാണ് ഈ വാക്കുകൾ. ശരിക്കും നമ്മൾ ഓരോരുത്തരും, പ്രിയ സഹോദരി സഹോദരന്മാരെ, സത്യം, ദൈവത്തിൻ്റെ സത്യം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ്. Because there are so many voices trying to blind us to God's truth. നമ്മൾ ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്നു, നമ്മളായിരിക്കുന്ന കുഞ്ഞു ലോകത്തിൽ, ദൈവം നമ്മളെ വെച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ ആ സത്യം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക. ഈ ഡോക്യുമെൻ്റ് തന്നെ നമ്മളോട് പറയുന്നു, ദ സാങ്ക്ടിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞ വാറ്റിക്കൻ ഡോക്യുമെൻ്റ് പറയുന്നു, there is no word or action of ours for which we will not be held responsible before God. Man's right over his body and over his life he receives from his creator and not from society. It is to his creator that he will answer
for the use he makes of that right to his body. നമ്മൾ ഓരോരുത്തരും, including we in the medical profession, including all of us who are listening to this in the medical profession, പ്രിയപ്പെട്ടവരെ, we will be accountable for every word and action of ours that is destroying life in any form. അത് ചിലപ്പം ഉൾക്കൊള്ളാൻ പാടാണ്. എസ്പെഷ്യലി ഇന്നത്തെ ലോകത്തിൽ എല്ലാം സൈഡിൽ നിന്നും പ്രഷേഴ്സാണ്. നമ്മൾ ബോംബെ കൂടെ പല സ്ഥലങ്ങളിൽ കൂടെ നടന്നു പോയാൽ നമുക്ക് ബിൽ ബോർഡ്സ് കാണാം, വലിയ അഡ്വർടൈസിങ് ബിൽ ബോർഡ്സ്. അബോർഷൻ ഫോർ ജസ്റ്റ് 75 rupees, അബോർഷൻ ഫോർ ജസ്റ്റ് 300 rupees. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യ ജീവിതത്തിന് അത്രയ്ക്ക് വിലയെ നമ്മൾ കൽപ്പിക്കുന്നുള്ളൂ. പല പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അബോർഷന് റെഡിയാകുന്നത്. ചിലർ പറയും, ഓ നേരത്തെ ഓൾറെഡി സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞതാണ്, ഇനിയും കുഞ്ഞുങ്ങൾ ഇനിയും ഗർഭിണിയായി, ഇനിയും മുമ്പോട്ട് ഒരു സർജറി പോലും പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, മുസ്ലിം കൺട്രീസിൽ നേഴ്സുമാർ പറയാറുണ്ട്, മലയാളി നേഴ്സുമാർ തിരിച്ച് ഈ മുസ്ലിം കൺട്രീസിൽ നിന്ന് വരുമ്പോൾ പറയാറുണ്ട്, അവർ 8ഉം 10ഉം സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞവരെ അസിസ്റ്റ് ചെയ്തിട്ട്, വളരെ എളുപ്പത്തിൽ അസിസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ പറയാറുണ്ട്. They have taken deliveries for these people. We become so worried here when we say, oh, second cesarean is over, now there should be no more children. My friend Dr. Suma, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഡോക്ടർ സുമ. ഇപ്പം ഡോക്ടർ സുമയും ജിൻസും ഹസ്ബൻഡും വൈഫും കൂടെ അവരൊരു ഡിസിഷൻ എടുത്തു. കർത്താവ് അവർക്ക് ഒരു കുഞ്ഞും കൂടെ ഒരു കുഞ്ഞിനെയും കൂടെ തന്നപ്പോഴത്തേക്കിന് 4ാമത്തെ സിസേറിയൻ ആയിരുന്നു. ഡോക്ടർമാർ വില്ലിങ് അല്ലായിരുന്നു ഇങ്ങനെ ഒരു കേസിനെ അവരുടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ പോലും. സുമേനെ കർത്താവ് ലീഡ് ചെയ്ത് അവസാനം അവർ ഒരു മുസ്ലിം ഹോസ്പിറ്റലിനെ സമീപിച്ച് അവിടെ അവർക്ക് ഈ കുഞ്ഞിനെ ലഭിക്കാൻ പറ്റി. We think that many of these things that are being told to us are lies. Let us understand that. എൻ്റെ വേറൊരു ഫ്രണ്ടിന് ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പം ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, ഒത്തിരി പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്. അവിടെ ഒത്തിരി വലിയൊരു സർജറി ആവശ്യം വന്നു. അന്ന് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരിക്കലും പ്രഗ്നൻ്റ് ആവല്ലേ. പ്രിയപ്പെട്ടവരെ, അടുത്ത വർഷം ഒരു കുഞ്ഞുണ്ടായി. ആ സമയത്തും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഇനിയൊരു പ്രഗ്നൻസിക്ക് പോവല്ലേ. കർത്താവ് അവർക്ക് വേറൊരു കുഞ്ഞ് തന്നു. ഇന്ന് ഈ 4 മക്കളായിട്ട് പ്രിയപ്പെട്ടവരെ, ആ ഭാര്യയും ഭർത്താവും നൈറ്റ് വിജിലൊക്കെ കൂടാനും പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് കാണുന്നവർക്ക് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ എന്തൊരു വലിയ അവസരമാണെന്നറിയാമോ. ഇതേപോലെ പല പ്രാവശ്യം ഒരു ബ്ലീഡിങ് അങ്ങ് തുടങ്ങുമ്പോഴത്തേക്കിന് ഉടനെ പല പ്രാവശ്യം ഡോക്ടർമാർ പറയും, ഇപ്പം തന്നെ DNC ചെയ്യാം. എൻ്റെ അറിവിലുള്ള എൻ്റെ ക്ലോസ് ഒരു സഹോദരി ഷാജിയും പ്രീതയും പലർക്കും അറിയാമെന്ന, അവരുടെ ഓരോ പ്രഗ്നൻസിയും ബ്ലീഡിങ് ആയിരുന്നു. ആദ്യം തുടക്കത്തിൽ തൊട്ട് ബ്ലീഡിങ് ആയിരിക്കും, മിക്ക സമയത്ത് ബ്ലീഡിങ് ഉണ്ടായിരിക്കും. ഓരോ പ്രാവശ്യം അവർ കാത്തിരുന്നു, ഈശോയിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അവർക്ക് 4 മക്കളുണ്ട്, വളരെ ഹെൽത്തി മക്കൾ. ഈ ബ്ലീഡിങ് എല്ലാം പല പ്രാവശ്യം നമ്മൾ പേടിച്ചു, ഓ ബ്രെയിൻ ഡാമേജ് ഉണ്ടാകും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഈ കുഞ്ഞുങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു, ദൈവമക്കളായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം പ്രീതയ്ക്ക് അടുത്ത കുഞ്ഞ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദാറ്റ് ബേബി ഓൾസോ ഹാഡ് എ ബ്ലീഡിങ് പ്രോബ്ലം, ബട്ട് വി ഓൾ കീപ് കവറിങ് ദ ബേബി ഇൻ പ്രേയർ. പലരും പിന്നെ പറയും, ഇന്നത്തെ മോഡേൺ എക്വിപ്മെൻറ്റ്സ് വെച്ചിട്ട് കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കളയണമെന്ന്. പ്രിയപ്പെട്ടവരെ, അംഗവൈകല്യങ്ങളുള്ള ധാരാളം പിള്ളേരെ എനിക്ക് കാണാൻ അവസരം ഉണ്ടാകാറുണ്ട്. മാനസികമായിട്ട് ബുദ്ധിമാന്യത ഉള്ളവരെയും കാണാൻ അവസരം വരാറുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. ഇവരുടെ ഓരോ ജീവിത കഥ കേൾക്കുമ്പോഴത്തേക്കിന് പല പ്രാവശ്യം ഞാൻ OP-യിൽ സത്യം പറഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് അവരെ സല്യൂട്ട് ചെയ്യണമെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. എന്തുമാത്രം അവരുടെ ജീവിതത്തിൽ ഈ ഒരു വേദനകരമായ സിറ്റുവേഷനിൽ തന്നെ അവർക്ക് ആ ഒരു സഹിക്കാനുള്ള കൃപയും അവർക്ക് അതിലുള്ള അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പല മാറ്റങ്ങളും ആ ഒരു സ്വാർത്ഥതയിൽ നിന്ന് മാറി വേറൊരു ഔട്ട്ലുക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ വരുന്നതും അവരുടെ ഒരു പക്ഷേ ദാരിദ്ര്യവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഉപരിയായിട്ട് ആധ്യാത്മികമായിട്ടൊരു ശാന്തത, അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അതൊട്ടും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദ ഫാക്ട് ഈസ്, ദർ ആർ സോ മെനി യങ് പീപ്പിൾ
ആ വികലാംഗ അവസ്ഥയിൽ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴത്തേക്കിന് അവരുടെ ജീവിതത്തിൽ പോലും ആ ഒരു സ്വാർത്ഥത ഒക്കെ മാറി മാറി കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഫോംഡായി വരുന്നു. കർത്താവ് അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരപ്പെടുത്തൽ നടത്തുന്നു. നമ്മൾ ഈ ലോകത്തിൽ വേണ്ടി മാത്രം ജീവിക്കാനുള്ളവരല്ല. ഇവിടെ നമ്മളൊരു മിനിറ്റ് ആയിരിക്കും നമ്മുടെ ജീവിതം. ശരിക്കും ഒരു മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് ഇറ്റേണിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കിനും. And in that God is concerned about the millions and millions of years of eternity. And precious brother, sister, if you have a handicapped person in your family, believe me, God can do something very beautiful out of it. If you invite him into your family and you look upon this handicapped person as a precious gift of God in your life. ഇങ്ങനെ ഒരാളുടെ ടെസ്റ്റിമണി എൻ്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഞാൻ ഇപ്പം കാണിക്കാൻ പോവാണ്. ആ ക്ലിപ്പിംഗ് ഞാൻ എടുത്തിരിക്കുന്ന ഫേമസ് വർഷിപ്പ് ലീഡർ ഡോൺ മോൻ്റെ ഗോഡ് വിത്ത് അസ് എന്നുള്ള CD-യിൽ നിന്നാണ്. എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു ടെസ്റ്റിമണിയാണ്. ഇവിടെ ഒരു അമ്മയുടെ ടെസ്റ്റിമണിയാണ്. ആ അമ്മയുടെ അമ്മ അച്ഛനും 2 മക്കളും അവിടെ ഓഡിയൻസിൽ ഇരിക്കുന്നതായിട്ട് അവർ കാണിക്കും. ഈ അമ്മ ആദ്യമായിട്ട് കുഞ്ഞ് ജന്മന കുറച്ച് പ്രശ്നങ്ങളായിട്ട് ജനിച്ചിരിക്കുന്നു. ഇനി മുമ്പോട്ട് സെറിബ്രൽ പോൾസി എന്ന് പറഞ്ഞൊരു തലച്ചോറിൻ്റെ ഒരു അസുഖമായിട്ട് കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് അറിയുന്ന ആ അവസ്ഥയും അതിൽ കൂടെ കർത്താവ് എങ്ങനെയാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നതിനെ പറ്റിയാണ് ഈ ക്ലിപ്പിംഗ്. When you pass through the waters, I will be with you. And when you pass through the rivers, they will not sweep over you. When you walk through the fire, you will not be burned. The flames will not set you ablaze. Isaiah 43:2. In 1989, our lives were changed forever when our long-awaited son Marshall was born 7 weeks premature. We soon found ourselves in the offices of various doctors and specialists. And yet, through all this, we can look back and see God's hand upon us, leading us and working on that eternal part of our being that is more important to him than even our temporary earthly circumstances. Although Marshall's progress in motor skills may seem slow and his delays very pronounced, small miracles continually remind us of God's hand at work. It would be impossible to describe all the changes and the good that God has brought to myself, Kurt, Macy, and others through Marshall. Only if you have lived through an experience in which you have allowed God to change you for the better can you understand when I say to you that we would not go back to what we were before for 100 trouble-free lives. We know that God is in control of our everyday experiences. He wants so much more for us than that which a carefree existence can produce. We have learned that we are God's servants. He is not ours. And we now know that we can stand and say with the 3 Hebrew children who were faced with a fiery furnace, if we are thrown into the blazing furnace, the God we serve is able to deliver us from it. But if not, still we will bow down to no other God. God will make a way. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്ത്രീയുടെ ടെസ്റ്റിമണി മാത്രമല്ല, ഇതുപോലെ കണ്ണ് നിറയ്ക്കുന്ന ധാരാളം ടെസ്റ്റിമണീസ് എനിക്ക് കേൾക്കാൻ ഇടയാകാറുണ്ട്. നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോഴും മേഡേഴ്സിൻ്റെ ഒക്കെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾ ഞെട്ടാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടി മാസ് മേഡർ നടക്കുന്നുണ്ട് ഇപ്പം. നമ്മൾ ഹിറ്റ്ലറും ഫാരോയുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോഴത്തേക്കിന് നമുക്ക് വെറുപ്പ് തോന്നാറുണ്ട്. ഇന്ന് സാത്താൻ നമ്മുടെ ഈ ഒരു സൊസൈറ്റി വഴി ഹിറ്റ്ലർമാരെയും ഫാരോസ് ആയിട്ട് നമ്മൾ ഓരോരുത്തരാണ് ഇന്ന് സാത്താൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നത്. ഹി കംസ് ടു സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. അടുത്തൊരു വലിയ ആർഗ്യുമെൻറ്റ് പറയാറുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുവാണ്. അത് നമ്മളെ എല്ലാവരും വളരെ ഭീകരമായ രീതിയിൽ നമ്മളെ ബാധിക്കാൻ പോകുന്നു എന്നാണ്. ഞാനൊരു വേൾഡ് ബാങ്ക് വേൾഡ് ഫുഡ് റിപ്പോർട്ട് ഒന്ന് വായിച്ചോട്ടെ. ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തിയറി പ്രകാരം മാൽത്തൂസ് പറഞ്ഞായിരുന്നു
പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ റേറ്റ് കൂടി വരുമ്പോഴത്തേക്കിന് ലോകത്തിന് ഭക്ഷണം ലഭ്യമാകാനുള്ള സാധ്യത കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. വേൾഡ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം നവംബർ 1993 crop yields continued to rise faster than the population, increased by 2.7% per annum. To avoid huge accumulations, 11% of the world cropland would need to be removed from production. 2004 പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം world cereal production exceeded 2 billion tons, a record level and an approximate increase of 9% over the previous year. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ പോലും ഇന്ത്യയുടെ ശരിക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്സും പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് പ്രകാരം ഇന്ത്യ ക്യാൻ നോട്ട് ഓൺലി ഫീഡ് ഇറ്റ് സെൽഫ്, നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയും ഉള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോൾ പറ്റിയിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് വേൾഡിൻ്റെ റിസോഴ്സസ് ഉള്ള വെച്ചിട്ട് ഇപ്പോഴത്തെ പോപ്പുലേഷന് 300 ടൈംസ് കൂടുതൽ നമുക്കവരെ എല്ലാം കൊടുത്ത് സമൃദ്ധിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ദൈവം വളരെ വളരെ വലിയ മനസ്സോടെ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്. ഹി ഹാസ് ഗിവൻ അസ് ഇനഫ് ഇൻ ദിസ് വേൾഡ് ടു സപ്പോർട്ട് ഓൾ ആൻഡ് എവ്രി വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ. പക്ഷെ നമ്മുടെ ചെറികളും നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ പട്ടിണി എല്ലാം എപ്പോഴും മുമ്പോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ലോകത്തിൽ റിസോഴ്സസ് ഉള്ളതുകൊണ്ടല്ല, റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ പകരം കറപ്ഷനും കറക്റ്റായിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. ദി ആൻസർ ഇസ് നോട്ട് ടു കിൽ എ ഡിഫെൻസ്ലെസ് ബേബി. The answer is to find an economic system where all these great resources can be given to every single poor person. പലരും ഇന്ന് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏറ്റവും കൂടുതൽ അബോർഷൻ ചെയ്യുന്നവർ നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ അൺമാരിഡ് പോപ്പുലേഷൻ ഒന്നും അല്ല. ഏറ്റവും കൂടുതൽ അബോർഷൻ ചെയ്യുന്നത് മാരിഡ് വിമൻ ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ് ഈസ് ദ മാരിഡ് വിമൻ ഹാവിങ് മോർ ദാൻ 2 children. having 2 children rather, not more than 2, having 2 children. അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഭ്രൂണഹത്യയ്ക്ക് വേണ്ടി റെഡിയാവുന്നത്. നമുക്ക് ഈ ഭ്രൂണഹത്യയിലോട്ട് പോകാൻ കാര്യം തന്നെ നമുക്കിതിൻ്റെ ക്രൂരതയെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ക്ലിപ്പിങ്ങിൽ കൂടെ കടത്തിക്കൊണ്ടുപോകാൻ സമ്മതം കൊടുക്കുമോ? നമ്മൾ ഏതെങ്കിലും ഒരു ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുമോ? നമുക്കൊന്ന് ഈ ക്ലിപ്പിംഗ് നോക്കാം. ഇന്ന് ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്, അബോർഷൻ ഇൻഡസ്ട്രി. ധാരാളം ആളുകൾക്ക് കോടിക്കണക്കിന് പണം കിട്ടുന്ന ഒരു രീതിയാണ് ഇത് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളുടെ അവയവങ്ങൾ വെച്ചിട്ട് പല കോസ്മെറ്റിക്സ് ഉണ്ടാക്കലും പല വേറെ സംഭവങ്ങൾ വേൾഡ് വൈഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദീസ് ഇൻഡസ്ട്രീസ് ആർ എൻകറേജിങ് എ കോൺസ്റ്റൻറ്റ് സപ്ലൈ ഓഫ് ഫീറ്റസസ്. ഇത് പലരുടെ ജീവന മാർഗമാണെന്നാണ് പറയുന്നത്. വാട്ട് വി ഡോണ്ട് നോ ഇസ് അതിൻ്റെ ആ ഫിസിക്കൽ സൈഡ് ഇഫക്ട്സ്, അതിൻ്റെ സൈക്കോളജിക്കൽ സൈഡ് ഇഫക്ട്സ്. ആഴമായിട്ട് മുറിവേക്കപ്പെടുന്ന ആണ് സംഭവം. ഒരു പക്ഷേ നമുക്ക് പുറമെ കാണാൻ പറ്റാത്ത മുറിവുകളാണ്, പുറമെ ചെറിയൊരു സ്കാർ മാത്രമേ കാണത്തുള്ളൂ, ഒരു ചെറിയ അടയാളം. ഈ ഫിസിക്കൽ ഇഫക്ട്സ് ഒക്കെ ധാരാളം കേൾക്കാറുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. ഏറ്റവും ആദ്യം
കരിയർ എന്ന് പറഞ്ഞ് ജോലിയുടെ തിരക്കും കാര്യങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പം വേണ്ടെന്ന് പറഞ്ഞ് അബോർഷൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നവർ, മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ കല്യാണം കഴിച്ച് മക്കൾ ആ സമയത്ത് വേണ്ടെന്ന് പറഞ്ഞ് സ്റ്റുഡൻസ് പോലും അബോർഷൻ ചെയ്ത് അവസാനം കുഞ്ഞുങ്ങൾ വേണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കിന് ഗർഭപാത്രം ഫുൾ സ്കാർസ് വന്നിട്ട് കുഞ്ഞിനെ അവർക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റാത്തൊരവസ്ഥ. വേറെ പലരും സൈക്കോളജിക്കലായിട്ട്, മാനസികമായിട്ട്, വൈകാരിക രീതിയിൽ വളരെ മുറിപ്പെട്ടവർ ധാരാളം പേരുണ്ട്. ഡിപ്രഷൻ, വിഷാദരോഗം, ഉത്കണ്ഠ രോഗം, പല ഈ വക പ്രശ്നങ്ങൾ എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. പല കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ, ജീവിത പങ്കാളി ഏതെങ്കിലും ഒരാൾ അബോർഷന് ബലം പിടിക്കും, മറ്റേ ആൾക്ക് ആഗ്രഹമില്ല. ഒരു പക്ഷേ അബോർഷന് വിധേയപ്പെട്ട് പോയാൽ പോലും അവരുടെ കുടുംബജീവിതത്തിൽ വലിയൊരു തകർച്ച എൻ്റെ തുടക്കമാണ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പലയിടത്തുനിന്നും മെസ്സേജസ് മാതാവ് നമുക്ക് തരുന്നുണ്ട്, സന്ദേശങ്ങൾ തരുന്നുണ്ട്. വി നീഡ് ടു ബി ഓൺ ആർ നീസ്. നമുക്ക് പ്രാർത്ഥനയുടെ അത്യാവശ്യമാണ്. ജപമാലയുടെ ഒരു വലിയ അത്യാവശ്യം കാണുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥന മാത്രയിൽ ഒതുങ്ങാതെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, വാട്ട് ഈസ് ദിസ് മർഡർ ദാറ്റ് വി ആർ ഡൂയിങ് എന്ന് നമ്മൾ വ്യക്തമാക്കുക. നമ്മളുടെ സോഷ്യൽ ഗ്യാതറിംഗിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴും, നമ്മുടെ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂട്ടായ്മകളിലും, നമ്മളുടെ ഓഫീസിൽ കൊച്ചു കൂട്ടായ്മകളിൽ, നമ്മൾ ലഞ്ച് ടൈമിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കിന് ഇതൊരു ചെറിയ ചർച്ചാ വിഷയമായിട്ട് ഇടാൻ തുടങ്ങണം നമ്മൾ. So that more people come to know the truth, the reality, that they are actually out committing murder. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ ഭ്രൂണഹത്യയിലോട്ട് അഥവാ നമ്മുടെ കുടുംബജീവിതത്തിലോട്ട് നമ്മളിങ്ങനെ ഒരു സംഭവം കടത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു പാവത്തിനേക്ക് നമ്മളുടെ വീടുകൾ നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത്യാവശ്യം ഒരു എമർജൻസി ലെവലിൽ, നമ്മുടെ ആധ്യാത്മിക ഒരു എമർജൻസി ലെവലിൽ, നമ്മുടെ വൈകാരിക ജീവിതത്തിൻ്റെ ഒരു എമർജൻസി ലെവലിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ചില സ്റ്റെപ്സ് എടുക്കേണ്ടതുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും കുംസാരിച്ച് വലിയൊരു കൗൺസിലിംഗ് കൂടെ കടന്നു പോകേണ്ടതുണ്ട്. നമ്മളിതിനെ എവിടെ നിന്നെങ്കിലും ദൈവം നമുക്കൊരു പരിഹാരം ചെയ്യാനായിട്ടൊരു അവസരം ഒരുക്കി തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പല ഫിസിക്കലും സൈക്കോളജിക്കൽ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മളുടെ മക്കൾക്ക് വലിയ പ്രശ്നങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു റൂട്ട് അവിടെ ഉണ്ടാകാം. ഞാൻ അങ്ങനത്തെ കേസസ് കേട്ടിട്ടുണ്ട്. പിള്ളേർ അസ്വസ്ഥപ്പെടുന്ന പിള്ളേർ, അസ്വസ്ഥത അവസാനം അച്ഛനും അമ്മ കുംസാരിച്ച് ഇങ്ങനെ ഒരു ഭ്രൂണഹത്യയുടെ പ്രശ്നം ഏറ്റെടുക്കുമ്പോഴത്തേക്കിന് വേറെ ഒന്നും ചെയ്യാതെ തന്നെ ദൈവികമായൊരു ഇടപെടൽ ആ കുടുംബത്തിൽ സംഭവിച്ച് ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം thousands of young children are being killed. Can we stand with God? ആബേലിൻ്റെ രക്തം മണ്ണിന്ന് ദൈവത്തോട് കരഞ്ഞതുപോലെ ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ രക്തം ദൈവത്തോട് കരയുന്നു. നമുക്കും കൂടെ ഒരുമിച്ച് കൈകൾ കോർത്ത് പ്രാർത്ഥനയിലും എഡ്യൂക്കേഷൻ വഴി നമുക്കും we will take a stand for life, because God is the way, the truth and the life. ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമുക്കിനി മുമ്പോട്ട് ഇതൊരു വലിയ അവസരം എടുക്കാം. നമുക്ക് മുമ്പോട്ട് നമ്മുടെ മക്കളുടെ ഇടയ്ക്കും നമ്മുടെ സോഷ്യൽ സെറ്റപ്സിലൊക്കെ ഇത് ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം.